ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സ്നാക്ക് ടൈമിലൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ബ്രെഡ് റോളാണ്. അപ്പം നമുക്ക് ഈ ഒരു ബ്രെഡ് റോള് പുറം ഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റോള് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ചിക്കൻ ബ്രെഡ് റോള് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പം നമുക്ക് അതിനായിട്ട് ആദ്യം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ഗ്രാം അളവിൽ ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ചിക്കൻ നമുക്ക് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും. ആ ഒരു സമയം നമുക്ക് ചിക്കൻ ഈ വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റി ഒന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഈ വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമുക്കിത് മസാല തയ്യാറാക്കാനായിട്ട് ആവശ്യം വരും. അതുകൊണ്ട് തന്നെ രണ്ടും നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ ഒന്ന് ചൂടാകാനായിട്ട് വെച്ച് അതിലേക്ക് 2 സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർത്ത് 2 പച്ചമുളക് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചേർത്ത് നമുക്കൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. അപ്പം ഞാൻ മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് സവാള ചെറുതായിട്ടൊന്ന് വാടി വരുന്നവരേക്കും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. സവാള വെന്ത് കുഴഞ്ഞു പോവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി ഒന്ന് വാടി വന്നാൽ മാത്രം മതിയാവും. നമ്മുടെ സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ചിക്കൻ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സവാള ഒന്ന് വാടി വരുന്നവരേക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അപ്പം ഞാൻ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചേർത്ത് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരേക്കൊന്ന് വഴറ്റി എടുക്കാം. തക്കാളിയും ഒരുപാട് വെന്തുടഞ്ഞു പോവേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രം മതിയാവും. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അപ്പം ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ചമണം നന്നായിട്ടൊന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയുമാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം. അതുവരേക്കും ഒന്ന് വഴറ്റി കൊടുക്കണം. മസാലയുടെ പച്ചമണം മാറാതെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു മസാല നമുക്ക് പച്ചയായിട്ട് ഫീൽ ചെയ്യും. അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മുളക് പൊടിയൊക്കെ വായിലിട്ട് കഴിഞ്ഞാലുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ട് വേണം മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ ആ ഒരു പച്ചമണം നന്നായിട്ട് മാറുന്ന വരെ വഴറ്റി കൊടുക്കും. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം നമ്മൾ ഓൾറെഡി വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളം കുറച്ചൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കണം. ചിക്കൻ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ചിക്കൻ ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് എടുത്തിട്ട് വേണം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് ചിക്കനും ഈ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് റോൾ ഒന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര മസാലയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് ബ്രെഡ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് എടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം വലിപ്പത്തിലുള്ള ബ്രെഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ബ്രൗൺ പോർഷൻ കളയേണ്ട ആവശ്യമില്ല. നമുക്കിനി ഈ ഒരു ബ്രെഡ് റോൾ തയ്യാറാക്കി എടുക്കാനായിട്ട് ബ്രെഡ് പൊടിച്ചെടുക്കേണ്ടി വരും. ആ ഒരു സമയം ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസും കൂടി ഒന്ന് ചേർത്തൊന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് കുതിർത്തെടുക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഈ ബ്രെഡ് പീസ് നമുക്ക് ഓരോന്നായിട്ട് ഒരു സൈഡ് 1 സെക്കൻഡ് ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കാം. അതുപോലെ 2 സൈഡും ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം വെള്ളം നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു മാറ്റാം.
നമ്മൾ ഒരുപാട് സമയം വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ ബ്രെഡ് പൊടിഞ്ഞു പോകും. പിന്നെ നമുക്ക് റോളാക്കി എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മാത്രം മതിയാവും. അതിനുശേഷം നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് മാറ്റിയിട്ട് ഈ ഒരു ബ്രെഡിന്റെ നടുവിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ചു കൊടുക്കാം. നമ്മുടെ ബ്രെഡിന് എത്ര സൈസാണോ ഉള്ളത് അതിനനുസരിച്ച് ഫില്ലിംഗ് ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് 4 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി എടുക്കാം. മടക്കി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ട് തന്നെ ഇത് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് റോളായി വരത്തക്ക രീതിയിലൊന്ന് ഷേപ്പാക്കി ഒന്ന് എടുക്കാം. ഇപ്പൊ ഞാൻ ഒരെണ്ണം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള ബ്രെഡ് എല്ലാം തന്നെ ഒന്ന് ഫില്ലിങ് വെച്ചതിന് ശേഷം ഒന്ന് ഷേപ്പാക്കി ഒന്ന് എടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ബ്രെഡ് പൊടിയും അതുപോലെ തന്നെ ഒരു മുട്ട കലക്കി എടുത്തതുമാണ്. ഞാൻ ഒരു മുട്ടയിൽ ഒരല്പം ഉപ്പ് ചേർത്തൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ബ്രെഡും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രൗൺ പോർഷൻസും ഒന്ന് ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ റോള് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം പൊടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡ് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം. ഇപ്പൊ ഞാൻ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ ബ്രെഡും മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടി വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാവുന്നതാണ്. അപ്പൊ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റോളൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു സൈഡൊന്നൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചു വിട്ട് 2 സൈഡും നല്ലൊരു ബ്രൗൺ കളറിലായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കരിഞ്ഞതുപോലെയുള്ള ഒരു കളറിൽ ബ്രെഡ് ആയി വരും. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കും. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം എണ്ണ കുടിക്കാത്ത രീതിക്ക് നല്ലൊരു കളറിൽ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ 2 ബ്രെഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ ബ്രെഡും നമുക്ക് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ബ്രെഡ് റോള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബ്രെഡ് വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് മുട്ട വേവിച്ചതിന് ശേഷം ചെറിയ പീസസ് ആക്കി ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മുട്ടയോ ചിക്കനോ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് വെറും വെജിറ്റബിൾസ് വെച്ചിട്ടും നമുക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.